അയ്യോ ഇത് അവനാണല്ലോ വിളിക്കുന്നത്. ഈ പെണ്ണെന്ത് പണിയാ ചെയ്ത് ഫോൺ കൊടുക്കാണ്ട് പോയിട്ട്. ഹലോ, ആ മോനെ, അവള് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക, ഫോൺ എടുക്കാൻ മറന്നിട്ട് പോയി. ഹലോ ഹലോ, അയ്യോ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. ഈ പെണ്ണ് എന്ത് പണിയാ ചെയ്തത്, ഫോൺ കൊടുക്കാണ്ട് പോയിട്ട്. നീ എന്ത് പണിയാണ് ചെയ്തത്? ഫോൺ എടുത്തിട്ട് വെക്കൂടെ? അവൻ എത്ര പ്രാവശ്യം വിളിച്ചറിയോ? ഇപ്പൊ ഞാനെടുത്ത് ഹലോ ഹലോ പറയുമ്പോ ഫോൺ അവിടെ വെച്ചു കഴിഞ്ഞു. അതൊന്നും സാരില്ലമ്മേ, അത്ര അത്യാവശ്യമൊന്നും ആയിരിക്കില്ല, ഞാൻ തിരിച്ചു വിളിച്ചോളാം. എന്ത് സാരമില്ലാന്ന്, ആ കുട്ടി ജോലി കഴിഞ്ഞ് വന്നിട്ട് വിളിച്ചതല്ലേ. ഇപ്പൊ നിനക്ക് എവിടെയോ ഫോൺ കൊണ്ട് വെക്കൂടെ? അവൻ ദേഷ്യപ്പെട്ട ഫോൺ വെച്ച്, നീ വേഗം പോയി വിളിക്കേ. എന്റെ അമ്മ ഞാൻ വിളിക്കാന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ വിശന്നിട്ട് വയ്യ, അതെന്തെങ്കിലും ഒന്ന് എടുത്തന്നെ. മോളെ ദേവികേ, ഞാൻ കഴിക്കാനൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാം. നീ ആദ്യം പോയി കുട്ടിനെ ഒന്ന് വിളിക്ക്, അവന് സമാധാനപ്പെടുത്ത്. ആ വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചോന്നോ? നീ എത്ര മിസ് കോൾ നോക്കടി. അത് ഞാൻ പുറത്തു പോകുമ്പോ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ സൈലന്റ് ആയിരുന്നു. പുറത്തു പോകുമ്പോ സൈലന്റ് ആക്കി കഴിച്ചതോ? അല്ല, നീ ആരോട് വെച്ചിട്ടാ പോയത്? ഓ, ഞാൻ അതിനങ്ങനെ ദൂരത്ത് പോയതൊന്നും അല്ല, തൊട്ടടുത്ത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. മറ്റന്നാൾ അവളുടെ അനിയത്തിന്റെ കല്യാണോ, അപ്പൊ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോയെന്നേ ഉള്ളൂ. അതെന്താ നീ എന്നോട് പറയാണ്ട് പോയെന്ന് ഞാൻ ചോദിച്ചത്. അതിന് ആ സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നില്ലേ, അന്നേരം വിളിച്ചിട്ട് എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിന്റെ കല്യാണമാണോ മറ്റന്നാള്, ഞാൻ അവളുടെ വീട്ടിലേക്ക് ഒന്ന് സംസാരിക്കാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? അപ്പൊ നിനക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചൂടെ? ഓ, അതിന് ആ സമയത്ത് വാട്സപ്പിൽ ഓൺലൈനിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മോളെ ദേവികേ, കല്യാണം ഉറപ്പിച്ച ആ സമയത്തെ പോലെ ഒന്നും അല്ലാട്ടോ നിന്റെ സംസാരം. ഞാൻ ഈ സമയത്ത് ആ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വരിക, ആ സമയത്ത് നീ ഫ്രീ ആയിരിക്കണം എന്ന് അറിയുന്നല്ലേ. 15 പ്രാവശ്യമായിട്ട് ഞാൻ വിളിച്ചത്. ഒരാളുടെ ഫോണിലേക്ക് 1-2 തവണ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അവർ ആ ഫോണിന്റെ അടുത്തുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അതാ അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. പിന്നെ ഇങ്ങനെ തുരിതുര വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിക്കില്ലായിരുന്നോ? ഓ, നീ എന്നെ റൂൾസ് പഠിപ്പിക്കുക? എടി, എന്നെ പഠിപ്പിക്കാൻ മാത്രം വലുതായോ നീ? ഓ, അതിന് ഞാൻ വലുത് ചെറുതെന്നൊന്നുമല്ലല്ലോ പറഞ്ഞത്. എനിക്ക് വിശന്നിട്ട് വയ്യ, പിന്നെ വിളിക്കുന്ന. ശരി. ദേവിക, നീ കളിക്കല്ലേ. എടുക്ക് എടുക്ക് എടുക്ക്. എന്ത് പിന്നമ്മേ? ഇത് ചെമ്പല്ലേ, അച്ഛന്റെ കൂട്ടുകാരനാരോ പുഴയിൽ പിടിച്ചു കൊണ്ട് പോട്ടാണ്. അതൊക്കെ പോട്ടെ, അവൻ എന്തിനാ വിളിച്ച്? ഓ, രാവിലെ ജോലിയും കഴിഞ്ഞ് എന്നെ ചേർത്ത് പറയാനാണ്ട് മൂപ്പൻ എന്തിനാ വിളിക്കുക? എടി, അവൻ ജോലിയും കഴിഞ്ഞ് വന്ന് എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചത്? നിന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരില്ല അവന്? എന്നിങ്ങനെയാ പറയുന്നത്? എന്റെ അമ്മ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നല്ല, കല്യാണം ഉറപ്പിച്ച് ഒരാഴ്ചയായിരുന്നു തുടങ്ങിയതാ മൂപ്പന്റെ സൂക്കേട്. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു, 3 മാസമായി സഹിക്കാൻ തുടങ്ങിയിട്ട്. മോളെ, ഒന്നാമത് അവൻ രാജസ്ഥാനില്, നീയാണെ കേരളത്തില്. അവൻ ജോലി തിരക്കാൻ കാരണമൊക്കെ അതും ഇതൊക്കെ പ്രഷർ ഉണ്ടാകും. അത് കാരണമാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചല്ല ജീവിക്കാൻ പോകുന്നത്, അപ്പൊ എല്ലാം ശരിയാകും. താലി കെട്ടാണ്ട് ഇപ്പൊ ഇതാ സ്വഭാവം, ഇനി കല്യാണം കൂടി കഴിഞ്ഞാലോ, അതാ എന്റെ പേടി. ഓ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. നീയേ ഭക്ഷണം കഴിച്ചിട്ട് വേറെ റെഡിയാവ്. എന്റെ അനിയത്തി അവളുടെ അമ്മായിയമ്മയൊക്കെ വരും നിന്നെ കാണാൻ വേണ്ടിട്ട്. അല്ല, കല്യാണത്തിന് 1.5 മാസമില്ലേ, ഇപ്പൊ തന്നെ അവരെന്തിനാ എന്നെ കാണാൻ വരുന്നത്? ഞാൻ അവിടെ പ്രസൻസ് എടുക്കൊന്നുമല്ലല്ലോ. നിർത്തടി അവിടുന്ന്, വെറുതെ അല്ല നിന്നെ അവൻ ചീത്ത പറയുന്നത്. ഇതല്ലേ സ്വഭാവം, നാവ് കുറച്ചാണ് എനിക്ക്. ഓ, പിന്നെ കൊറേ കാലമില്ലേ അമ്മന്റെ അനിയത്തി ഈ വഴിക്കൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട്. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയി ഡ്രസ്സും സ്വർണ്ണമൊക്കെ എടുത്തപ്പോ അത് കാണാനും അതിനെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിട്ടല്ലേ വരുന്നത്? ഇതേ പെണ്ണെ, എന്റെ അനിയത്തെ കുറിച്ച് ഓരോന്നും പറഞ്ഞിട്ടില്ലെങ്കിലേ, ഇന്നലെ നിന്റെ അച്ഛന്റെ വീട്ടുകാർ മുഴുവനും വന്നല്ലോ കാണാൻ. അപ്പൊ നീ അണിഞ്ഞൊരുങ്ങി അവര് മുൻപിൽ വന്ന് ചോറ് വെച്ച് ചായയൊക്കെ കൊണ്ട് കൊടുത്തല്ലോ, ഒരു കുറ്റവും പറഞ്ഞില്ല. അപ്പൊ എന്റെ അനിയത്തി വരുന്നു എന്ന് പറഞ്ഞപ്പോ നീ മര്യാദ ഡ്രസ്സ് ചെയ്ത് അവിടെ നിൽക്ക്. അവളുടെ അമ്മായിയമ്മയും കൂടി ഉണ്ട്, അത് മനസ്സിലാക്കണം നമ്മള്. ആ തള്ള വരുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വിനോദിനെക്കാളും കഷ്ടം അത്. അതെ, നീ ഇന്നലെ എന്റെ വീട്ടുകാരെ വിളിച്ചിട്ടില്ല?
തന്നെയാ അടുത്തത്. ഇല്ല, അത് ഞാൻ മറന്നുപോയി. മറന്നുപോയെന്നോ? എന്റെ വീട്ടുകാരെ വിളിക്കുന്ന എനിക്ക് മറന്നുപോയെന്നോ? എടി, ഇന്നലെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞല്ലേ ആദ്യം വീട്ടുകാരെ വിളിക്കുന്നിട്ട് ബാക്കി പരിപാടി ചെയ്താന്ന്. ഇന്നലെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് നല്ല വിശപ്പായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് പറഞ്ഞ ഓരോന്നും പറയില്ല വേണ്ട മിണ്ടാതിരുന്നത്. ഫോണ് കട്ട് ചെയ്തതിനു ശേഷം ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് TV കണ്ടിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. ഓ, അപ്പൊ നിനക്ക് TV കാണാനും ബാക്കി കാര്യത്തൊക്കെ സമയമുണ്ട്. എന്റെ വീട്ടുകാരെ വിളിക്കാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അച്ഛന്റെ അമ്മന്റെ കയ്യിൽ വലിയ വലിയ ഫോൺ ഉണ്ടല്ലോ, അവർക്ക് എന്നെ തിരിച്ചു വിളിച്ചൂടെ? ആ, അപ്പൊ അങ്ങനെ എന്റെ വീട്ടുകാർ നിന്നെ വിളിക്കണം അല്ലേ? അല്ല, വിളിച്ചാ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ മേലെടുത്ത തറവാട്ടുകാർ നിന്നെ പോലെയുള്ളവരെ വിളിച്ചിട്ട് എന്താ മോളെ സുഖമില്ലെന്ന് ചോദിക്കല്ലേ? ഒന്ന് പോടി അവിടുന്ന്, അവർക്ക് അതാണല്ലോ പണി. ഞാൻ കുറെ ആയി ശ്രമിക്കണോ എന്റെ വീട്ടുകാരും താഴ്ത്തിക്കെട്ടുള്ള സംസാരം. നിങ്ങളുടെ വീട്ടുകാർ മാത്രം വലിയ ആൾക്കാർ, ഞങ്ങൾ മാത്രം. പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്ന് പെണ്ണാലോചിച്ചത്? ആ, അതെന്റെ ഗതികേട്. ആർക്കായും ഒരു തെറ്റ് പറ്റുമല്ലോ. എന്നാലും ഇപ്പൊ കല്യാണം ഉറപ്പിച്ച് പെട്ടുപോയില്ലേ ഞാൻ? പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴും വേണ്ടാന്ന് വെക്കാം. ഒന്ന് വെച്ചിട്ട് പോയവിടുന്ന്. വിളിച്ചുകൊണ്ടിരിക്കുമ്പോ താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി പറ്റുന്നില്ലടി, ഭയങ്കര ടോക്സിക്കാ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പോ ശരിയാന്ന്. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും എന്റെ വീട്ടുകാരൊന്നുമല്ല, അയാളുടെ വീട്ടുകാർ മാത്രം വലിയ എന്തോ 9 ആൾക്കാരാ. ഞാൻ അങ്ങോട്ട് വിളിക്കണം അച്ഛനെ അമ്മനെയും പെങ്ങളിനെയൊക്കെ, അവർക്ക് ഇങ്ങോട്ടൊന്നും വിളിക്കാൻ പറ്റില്ല. ഒന്ന് ഈ വീട്ടിനെ പുറത്തിറങ്ങണേ കൂടി വിളിച്ച് അനുവാദം ചോദിക്കണം. ആ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, അങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ സംസാരിക്കണം, അച്ചടി ഭാഷയെ പറ്റുള്ളൂ, അങ്ങനെ 100 കണ്ടീഷനാ. എന്റെ മോളെ ടോക്സിക് എന്നൊക്കെ പറയാൻ കുറഞ്ഞു പോകും. ഇതാ വലിയ സൈക്കോണ് തോന്നുന്നു. എടി, നീ ഒന്ന് തുറന്ന് സംസാരിക്കാൻ നോക്ക്. ഒരാളിങ്ങനെ ഏത് നേരം വിളിച്ച് ചീത്ത പറയണം കേട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതല്ലേ, പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതിനെന്തെങ്കിലും അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഫോൺ എടുത്താൽ തുടങ്ങും കൊണങ്ങണം. ആ മനുഷ്യനാണെങ്കിൽ എന്നും ദേഷ്യം തന്നെ. എടി, നിനക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? അതാണെങ്കിൽ കുറച്ചുകൂടി സെലക്റ്റീവ് ആകാലോ. അതിന് ഞാൻ പറയുന്ന ഇവിടെ ആരെങ്കിലും കേട്ടിട്ട് വേണ്ട മോളെ. എന്തോ വലിയ തറവാട്ടുകാരാണ്, കൊമ്പത്തെ ജോലിയാണ്, ഇത് വിട്ട വേറെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെയല്ലേ എല്ലാം കൂടി തീരുമാനിച്ചത്. ഇനിയിപ്പൊ എന്താ ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഈ അച്ഛനമ്മമാരൊക്കെ ഉപദേശിക്കുന്നതേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാന്നാ അവരൊക്കെ വിചാരിക്കുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ ആൾക്കാരല്ലേ. പക്ഷെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഈ കാര്യങ്ങളൊക്കെ അവരോടൊന്ന് തുറന്നു പറയാൻ നോക്ക്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? അയാൾ വിളിച്ചിട്ട് പറയും എന്റെ അച്ഛനും അമ്മനെ വിളിക്കുന്നത്. അത് കേട്ടാ തുടങ്ങും അമ്മ, നീ എന്താ ഇത്രയും നേരമായിട്ട് വിളിക്കാത്ത? അവൻ പറഞ്ഞതല്ലേ വേഗം വിളിക്കാവുണ്ട് അച്ഛനും അമ്മനെന്ന്. എന്റെ മോളെ, ആ വിനോദിനേക്കാളും കഷ്ടോ ഇവിടുത്തെ അമ്മ. എന്തായാലും നിന്റെ ജീവിതമല്ലേ, അതിങ്ങനെ പാഴാക്കി കളയാൻ നിൽക്കണ്ട. ഒന്നുകൂടെ മൂപ്പരോട് സംസാരിച്ചിട്ടേ വേണ്ട തീരുമാനം എടുക്കാൻ നോക്ക്. വൈകിട്ടൊന്നും ഇല്ലല്ലോ. ഓ, കത്തൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ 2 ആഴ്ചയല്ലേ ഉള്ളൂ കല്യാണത്തിന്. ആ, പന്തൽ അടുത്ത തിങ്കളാഴ്ച ഇടും. ഓ, എല്ലാ സാധനവും എടുത്തു. ഇനിയിപ്പോ ഒന്നും എടുക്കാനില്ല. ആ, ഇല്ല, മരുമകൻ വന്നിട്ടില്ല. ഇപ്പൊ 2 ആഴ്ച ഇല്ലേ കല്യാണത്തിന്. കല്യാണത്തിന്റെ അടുത്ത് ലീവ് എടുക്കാന്ന് പറഞ്ഞിട്ട്, അല്ലേ പിന്നെ ലീവ് കുറഞ്ഞു കിട്ടുള്ളൂ. ആ, അത് അവിടെ എന്തൊരു ശബ്ദം കൂന്ന് പറഞ്ഞ കുറെ സമയമല്ലേ മൊബൈലില്? അല്ലേ, എന്റെ ഫോണിലാ? ആ, ഇത് അവളുടെ ഫോണാണ്, ആരോ വിളിക്കുന്നു. എന്നാ ശരി. ഇത് മോളെ, എന്താ മേ? ഇതാരോ വിളിക്കുന്നു, കുറെ സമയം നോക്ക്. കേട്ടനാ. സംസാരിക്കേ. അല്ലടി, ഞാനിപ്പോ വിളിച്ചപ്പോ നീ നിന്റെ ഫോൺ ബിസി ആയിരുന്നല്ലോ. നീ ആരെയും വിളിച്ചോണ്ടിരുന്നത്? ഞാനല്ല, അമ്മ വലിയമ്മനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ വല്യമ്മയോട് സംസാരിക്കാന്നോ? അല്ല, നിന്റെ അമ്മയ്ക്ക് ഫോണില്ലേ? പിന്നെ നിന്റെ ഫോൺ സംസാരിക്കുന്നേ? വിനോദേട്ടാ, വല്യമ്മ എന്റെ ഫോണിലേക്കാ വിളിച്ചത്. ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് അമ്മൻ്റെ കൊടുത്തതാ. നീ ഒരു കാര്യം ചെയ്യ്, ആ കോൾ ലിസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ എനിക്ക് അയച്ചാ.
ഈ ഫോൺ കോൾ കഴിഞ്ഞിട്ട് അയച്ചാ പോരെ? അയച്ചു തന്നാൽ മതി, പക്ഷെ മറക്കരുത്. പിന്നെ ഞാൻ അടുത്ത തിങ്കളാഴ്ച നാട്ടിലെത്തും. അത് നമുക്ക് വേണ്ടുള്ള റൂമും കാര്യങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടി പോയ 2 ആഴ്ച, അതുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ളതാ. അതുപോലെ നിന്റെ കമ്പനിക്കാരൊരു കല്യാണത്തിന്റെ വീഡിയോ അയച്ചു തന്നല്ലോ, പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. അമ്മ അതിന് പരിപാടി നമ്മുടെ കല്യാണത്തിന് നടക്കില്ല കേട്ടോ. അതിന്റെ കോളേജിലെ പിള്ളേരോട് ഇപ്പൊ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനെ പന്തല് വന്നിട്ട് അമ്മാര് തോന്നിയ ദിവസം കാണിക്കാന്ന വിവരം പറയും. അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കുടുംബക്കാരന്റെ ബന്ധുക്കാരന്റെ വീട്ടിൽ വിരുന്ന് പോകുന്ന ആ വൃത്തിയുടെ പരിപാടിക്കൊന്നും ഞാൻ ഉണ്ടായില്ല. ഈ വേഗം തിരിച്ചെത്താനുള്ളതാ. പിന്നെ നീ സ്ക്രീൻഷോട്ട് മറക്കണ്ട, ഡിലീറ്റ് ചെയ്യാണ്ട് അയക്കണം. സമയം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അല്ല, ഇന്നലെ രാത്രി എന്റെ അച്ഛനും അമ്മയൊക്കെ നീ വിളിച്ചോ? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. 1 മിനിറ്റ്. ഒരു മിനിറ്റാ? അച്ഛനും അമ്മയൊക്കെ ഇട്ടിട്ടൊക്കെ വിളിക്കാന്നോ? എന്താ അവൾ അങ്ങനെ പറഞ്ഞത്? അച്ഛനും അമ്മയും വിളിക്കാന്നാണോ? കൺഫ്യൂസ് ആയാലോ. അമ്മേ, പറയണോണ്ടൊന്നും വിചാരിക്കണ്ട, എനിക്ക് ഈ കല്യാണം വേണ്ട. എന്താണ് നീ പറയുന്നത്? കല്യാണത്തിന് 2 ആഴ്ചയുള്ളൂ, നാട് മുഴുവൻ 10 കൊടുത്ത് വിളിച്ചു കഴിഞ്ഞു. കല്യാണം വേണ്ടെന്നാ? എനിക്കെന്താ ഭ്രാന്തായോ? അവൻ ഭ്രാന്താണ്, അതൊരു സൈക്കോ. അവൻ കുറെ റൂൾസ് അങ്ങ് ഇട്ട് തരും, അത് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഒരക്ഷരം അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇങ്ങനെയാണെങ്കിൽ കല്യാണം എന്തായിരിക്കും എന്റെ അവസ്ഥ? ഞാൻ തീരുമാനിച്ചമ്മേ, എന്തായാലും ഈ കല്യാണം എനിക്ക് വേണ്ട. എന്തോ പെണ്ണേ, നീ വല്ല പൊട്ടത്തരം വിളിച്ചു പറയരുതേ. ഈ കല്യാണം മറ്റും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരന്റെ കുടുംബക്കാരന്റെ ഇടയിൽ എനിക്ക് തലയുയർത്തി നടക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് നാട്ടുകാരുടെ കുടുംബക്കാരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ സൈക്കോന്റെ മുന്നിൽ കഴുത്തായിട്ട് കൊടുക്കണം എന്നല്ലേ? മോള് ഡിവോഴ്സ് ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കണോ, അതോ ഇപ്പൊ തന്നെ ഈ കല്യാണം വേണ്ടെന്ന് വെക്കണോ? നീ എന്ത് പറയണം? അമ്മ, ഞാൻ റിക്വസ്റ്റ് ചെയ്തതല്ല, ഈ കല്യാണം വേണ്ടെന്ന് എന്റെ തീരുമാനം പറഞ്ഞതാ. ഇത് എന്റെ ജീവിതം അമ്മേ, ഇനി നിങ്ങളെ കൂടി തീരുമാനം എടുത്താൽ മതി. ഇനി എന്താ വേണ്ടിച്ചാ ഞാൻ ചെയ്തോളാം. എവിടെ പോയതാടി? 1 മിനിറ്റ് പറഞ്ഞിട്ട് പോയതല്ലേ? ഇപ്പൊ സമയത്രേ? നീ ഇതൊരു തോന്നിയ പോലെ കളിക്കുക. എന്റെ സമയത്തൊന്നും ഇവിടെ വിലയില്ലേ? നിർത്തടാ. ഇനി മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിനോദേ, നീ വിവരം അറിയും. വിനോദ്? എടി, കല്യാണത്തിന് ഇനി 2 ആഴ്ചയില്ല. അത് കഴിഞ്ഞ ഇമ്മാര് വർത്താനം വരെ നിന്നെ അടിച്ചു. അതിന് നിന്നെ പോലുള്ള മരമാക്കളിനൊക്കെ ആരാടാ കെട്ടാൻ വരുന്നത്? എന്റെ ദേഷ്യത്തിന് നിന്നെ അങ്ങനെ എന്റെ കൺമുന്നിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാന്. പിന്നെ നിന്റെ മേലെടുത്ത തറവാട്ടിന്റെ അടുത്ത് പറയേ നിനക്ക് വേണ്ടിട്ട് ഒരു പോത്തിനെ ആലോചിക്കാൻ. അതാണെങ്കിൽ അങ്ങോട്ട് പറയുന്നൊക്കെ കേൾക്കുകയും ചെയ്യും, തിരിച്ചും ഒരക്ഷരം പറയൂല. അതൊക്കെയാണോ നിനക്ക് നല്ലത്? വെച്ചിട്ട് പോടാ. പോത്തിനെ കെട്ടാനാ?